പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ സമരസംഘാടനത്തിന് അവരുടെ നോട്ടുകെട്ടുകളുടെ ബലമില്ലാതെ ഒരു ദിവസം 232 രൂപ കൂലി വാങ്ങുന്ന കുറച്ച് അടിസ്ഥാന വർഗ്ഗ സ്ത്രീകളുടെ 19 നാളുകൾ പൂർത്തിയാക്കിയ സമരാവേശം കണ്ട് പേടിച്ചു വിറച്ച് ആ മുന്നേറ്റത്തിന് അള്ളുവെക്കാനിറങ്ങിയ കരിങ്കാലിപ്പണി കേരളത്തിൽ മാത്രമാണ്. മഹാരാഷ്ട്രയിൽ ഹരിയാനയിലടക്കം തുച്ഛമായ വേതനം 18,000 രൂപയായും 26,000 രൂപയായും കൂലി വർധനം ആവശ്യപ്പെട്ട് ആശമാരുടെ മഹാസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആന്തോളൻ ഏകതാ സമിതികളിൽ പങ്കാളികളാണ് CITU. സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണെന്നും വേണമെങ്കിൽ ഞാൻ അവിടെ നിങ്ങൾക്കൊപ്പം സമരമിരിക്കാം എന്നും മന്ത്രി വീണ ജോർജ് പൊതിഞ്ഞു കളിയാക്കും മട്ടിലല്ല. ആ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ അടിസ്ഥാന വർഗ്ഗവിരുദ്ധ മനോഭാവങ്ങൾക്കെതിരെയാണ് ആസാദ് മൈതാനിൽ അടക്കം മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ. കേന്ദ്രത്തിൽ മാത്രമല്ല ചെങ്കോട് ട്രേഡ് യൂണിയന്റെ സമരസംഘാടനം. ആശമാരുടെ ആവശ്യങ്ങളൊന്ന് വായിച്ചു നോക്കും മുന്നേ അനാവശ്യ സമരം ധനമന്ത്രിയുടെ തീർപ്പിൽ തുടങ്ങി. പാട്ടപ്പിരിവുകാർ, ഈർക്കിൽ പാർട്ടി എന്നൊക്കെ ഒരു അടിസ്ഥാന വർഗ്ഗ നേതാവാണെങ്കിൽ അയാളുടെ വായിൽ നിന്ന് വന്നുകൂടാത്ത മുതലാളി അഹങ്കാരം നാറുന്ന വാക്കുകളിൽ പകച്ചു പോകാത്തവരാണെങ്കിൽ മര്യാദയ്ക്ക് സമരം നിർത്തി ജോലിക്ക് കയറിയില്ലെങ്കിൽ പട്ടണിയിലാക്കും എന്ന തിട്ടൂരത്തിൽ പോയി പണി നോക്കെന്ന് പറഞ്ഞവരാണെങ്കിൽ കുമ്പച്ചൂടിൽ മുഖം കരിവാളിച്ചിട്ടും ഇച്ഛാശക്തി ചോരാത്തവരുടെ കരുത്തം കൂട്ടമെങ്കിൽ CITUവിന്റെ ബദൽ സമര കൊട്ടേഷൻ കണ്ട് പാതിയിൽ തീർത്ത് പായ് മടക്കി വീട്ടിൽ പോയി മിണ്ടാതിരിക്കുമെന്നാണോ സഖാവെ? മൗഢ്യമാണ്. ശ്വാസം മുട്ടിയ കോവിഡ് കാലത്ത് മാത്രമല്ല, പ്രാണഭീതിയുടെ നിപ്പയിൽ മാത്രമല്ല, പോയ പതിറ്റാണ്ടിൽ ഈ നമ്പർ 1 ആരോഗ്യമെന്ന ഊറ്റത്തിന് ആണിക്കല്ലുറപ്പിച്ച് രാവന്തിയോളം വിയർപ്പ് ഗ്രന്ഥികളിൽ ചോര പൊടിയും വരെ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന ശമ്പളം സർക്കാരിന്റെ ഔദാര്യം എന്നാണ് ചില്ലുമേടയിൽ കല്ലുമായിരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ ധാർഷ്ട്യ പ്രഖ്യാപനം. അങ്ങനെ അധികാര കുമർച്ചങ്ങളിൽ അവഗണിച്ചിട്ടും വായിൽ തോന്നിയ പള്ളുകൾ പറഞ്ഞിട്ടും ആ സമരം പൊളിയുന്നില്ലല്ലോ എന്നൊരു മൂക്കുമുറിഞ്ഞ വാശിയിൽ നേതാവ് പറയലാണ് ആശാസമരത്തിന്റെ വനിതാ നേതാവ് ബസ് സ്റ്റാൻഡിൽ പാട്ടപിരിച്ചു നടക്കുന്ന സാംക്രമിക രോഗം പകർത്തുന്ന ഒരു കീടം, നികൃഷ്ടജീവി. അരാഷ്ട്രീയത്തിൽ മുക്കിയെടുത്തൊരു ആക്രോശമാണ് സ്ഥലത്തെ CPM പ്രധാനി ഹർഷകുമാർ. ഇന്നലെ മാത്രം SFIയിൽ അംഗമായ ഒരു വിദ്യാർത്ഥി പോലും പറയാത്ത രാഷ്ട്രീയ വിരുദ്ധത ഒരു പൊതുസ്പേസിൽ ഛർദ്ദിച്ചു വെക്കാൻ ഉളുപ്പുണ്ടോ ഉപാധ്യക്ഷ എന്ന് തിരുത്തണം CPM. ഈ സമരങ്ങളുടെ അത്രയും കുത്തുക ഞങ്ങൾക്കാണ്. ഞങ്ങളല്ലാതെ ആര് സമരം ചെയ്താലും അരാജകം അരാഷ്ട്രീയം എന്ന പതിവ് സിദ്ധാന്തമല്ലാതെ ഇനിയും എന്തേ വന്നില്ല കസ്റ്റമൈസ്ഡ് ചാപ്പ എന്നോർത്തതേയുള്ളൂ. ഇക്കുറി RSS ചാപ്പ എടുക്കാൻ മറന്ന MV ഗോവിന്ദന്റെ കണ്ടുപിടുത്തം. വൈകുന്നേരമായപ്പോഴെത്തിയ അവസാന വെടി ആശാ സമരത്തിന് പിന്നിൽ SDPI ജമാഅത്തെ ഇസ്ലാമി. ചാപ്പയടിച്ചുണ്ടാക്കിയ അധിക്ഷേപങ്ങൾ, ഇണ്ടാസിറക്കിയ വിരട്ടൽ, അധികാരത്തമ്പ്രാക്കന്മാർ പല വഴിക്ക് തകർക്കാൻ നോക്കിയിട്ടും അമ്മമാരെ ചേച്ചിമാരെ തരിമ്പിനൊന്ന് പോരാത്ത നിങ്ങളുടെ സമരവീര്യമുണ്ടല്ലോ, അതിനു മാത്രമാണ് അഭിവാദ്യങ്ങൾ. സാക്ഷാൽ ഭഗത് സിംഗിന്റെ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്.